ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ്ങിൽ ബിന്ദു ജോണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആദ്യം നമ്മളിവിടെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 3rd ലെയറാണ് കൊടുക്കുന്നത്. ബ്രഷ് 000 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ബ്രഷിൽ കളർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നല്ല തിക്കായിട്ട് ആദ്യം ഒന്ന് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ഡോട്ടായിട്ട് ഇട്ടിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്യാൻ. ഈ കളറിങ് ചെയ്യുന്ന ഏരിയയുടെ എല്ലാ സൈഡും നല്ല ഡാർക്ക് കളറിൽ ഷെയ്ഡ് ചെയ്യണം. പിന്നെ അത് ഇങ്ങോട്ട് നടുവിലോട്ട് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്തിട്ട് വരണം. എപ്പോഴും നമ്മൾ ആദ്യം പെയിൻ്റ് എടുക്കുന്ന സമയത്ത് സൈഡിൽ കളർ ചെയ്യാം. അതിനുശേഷം പിന്നെ നടുവിലോട്ട് കളർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ബ്രഷിൽ ഫസ്റ്റ് പെയിൻ്റ് എടുക്കുമ്പോൾ നല്ലോണം കളർ ഉണ്ടാവും. അപ്പോൾ അത് ആ സൈഡൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് പിന്നെ നടുവിലോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. 000 ബ്രഷ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിറയെ പെയിൻ്റ് അതിൽ ഹോൾഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് കുറേ നേരം ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ട് കുറേ ഏരിയ ഫില്ല് ചെയ്യാനും പറ്റാറുണ്ട്. പിന്നെ ബ്രഷ് ഹോൾഡ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പിടിക്കുക. ഡോട്ട് ഇടുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകും. ഡോട്ട്സ് ഒക്കെ ഇങ്ങോട്ട് ഫ്ലാറ്റ് ആവും, ഡോട്ട് പോലെ വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ബിന്ദുജം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്ന് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലോ 1-2 പ്രാവശ്യം ഇതുപോലെ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയർ അങ്ങനെ ഒരു ഷേപ്പൊക്കെ വരച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ബിന്ദുജം ചെയ്യാമെന്ന്. ഇനി നമ്മൾക്ക് നമ്മുടെ പെയിൻറ്റിങ്ങിൽ എങ്ങനെ ബിന്ദുജം ചെയ്യാം, ഏതൊക്കെ കളർ വേണമെന്ന് നോക്കാം. അതിന് പെർമനൻ്റ് യെല്ലോ ഓക്കർ, വെർമിലിയൻ ഹ്യൂ ആണ് കളേഴ്സ് എടുക്കേണ്ടത്. ഇനി എൻ്റെ മെഷർമെൻറ്റ് നോക്കാം. യെല്ലോ ഓക്കർ 1 ഡ്രോപ്പ്, പെർമനൻ്റ് യെല്ലോ ഒരു ഡ്രോപ്പ്, വെർമിലിയൻ ഹ്യൂ ഒരു 20 to 25% വെർമിലിയൻ ഹ്യൂ എടുക്കുക. 3 നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 20 to 40 ഡ്രോപ്സ് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരുപാട് ലിക്വിഡ് ആവരുത്, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവേണ്ടത്. ലിക്വിഡായ ഡോട്ട് സ്പ്രെഡ് ആവും. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം കളർ മിക്സ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൈഡെല്ലാം നല്ല ഡാർക്കായിട്ട് കളർ ചെയ്യുക. നടുവിലോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡിങ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈവൻ ആയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടെങ്കിൽ അതേപോലെ ഈവൻ ആയിട്ട് ഷെയ്ഡ് ചെയ്ത് എടുക്കാം. ഇനി ബിന്ദുജം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള അടുത്ത കാര്യം, നമ്മൾ ഈ പിക്ചറിൽ നിറയെ വിൻഡിൻ്റെ പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷെയ്ഡ് ചെയ്യാൻ ആ വിൻഡിൻ്റെ ഔട്ട് സൈഡ് നല്ലപോലെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഉൾവശത്തോട് വരുന്ന സമയത്ത് നല്ല ലൈറ്റ് ഷെയ്ഡിങ് ആയിട്ട് വേണം കൊടുക്കാൻ. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ എഡ്ജസ് വരുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ആ വിൻഡിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ബിന്ദുജം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വീഡിയോ ഫുൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി എങ്ങനെ ഷെയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം.